ആദ്യത്തെ വാക്ക് എംബാരസിംഗ് എന്നുള്ളതാണ്. EMBARRASSING. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. കാരണം സ്പെല്ലിംഗ് ടെസ്റ്റിലൊക്കെ പലപ്പോഴും ചോദിക്കുന്നതാണ്. സ്പെല്ലിംഗ് ടെസ്റ്റില് പലപ്പോഴും ചോദിക്കുന്ന ഒരു വാക്കാണ്. അതിൽ പ്രത്യേകം ഓർക്കേണ്ടത് 2 Rഉം 2 Sഉം ഉണ്ടെന്നുള്ളതാണ്. EMBARRASSING. എന്താണ് അതിന്റെ മലയാളത്തിലെ അർത്ഥം? ലജ്ജ ഉളവാക്കുന്ന എന്നാണ് അതിന്റെ അർത്ഥം. ഫീലിംഗ് ഓഫ് സെൽഫ് കോൺഷ്യസ്നസ്, ഷെയിം ഓർ ഓക്വേർഡ്നെസ്. Her extreme views might be an embarrassment to the moment. നമുക്ക് അതിന്റെ സിനോണിംസ് അല്ലെ, അർത്ഥസാമ്യമുള്ള വാക്കുകൾ ഒന്ന് പരിശോധിച്ചാലോ? എന്തൊക്കെയാണ്? ഡിസ്കംഫർട്ട്, ഓക്വേർഡ്നെസ്, അൺഈസിനെസ്. ഇതാണ് 3 സിമിലർ മീനിങ് ഉള്ള വേർഡ്സ്, സിനോണിംസ്. ഇനി നമുക്ക് ആന്റണിംസ് പരിശോധിച്ചാലോ? അല്ലെങ്കിൽ വിപരീത അർത്ഥമുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 കോൺഫിഡൻസ്, 2 അഷ്വറൻസ്. അടുത്ത വാക്ക് റാമിഫിക്കേഷൻസ്. എന്താണ് റാമിഫിക്കേഷൻസ്? പ്രത്യാഘാതങ്ങൾ, തുടർ സംഭവങ്ങൾ എന്നാണ് റാമിഫിക്കേഷൻസ്. RAMIFICATIONS. പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ തുടർ സംഭവങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം വരിക. അപ്പോ റാമിഫിക്കേഷൻസ് നമുക്ക് നോക്കിയാലോ? എന്താണ് റാമിഫിക്കേഷൻസ്? refers to the consequences or effects of a particular action. Example sentence: the ramifications of climate change include rising sea levels, more frequent natural disasters and ecosystem disruptions. ഇനി നമുക്ക് സിനോണിംസ് നോക്കിയാലോ? ഇതിന് അർത്ഥസാമ്യമുള്ള മറ്റു വാക്കുകൾ പരിശോധിക്കാം. ഇംപ്ലിക്കേഷൻ, ഔട്ട്കം, കോൺസിക്വൻസ്. ഇനി ഇതിന് വിപരീത അർത്ഥം വരുന്ന വാക്കുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? ഏതൊക്കെയാണ്? 1 കൺസിഡറേഷൻ, ഫാക്ടർ, ഡിറ്റർമിനന്റ്. പ്രിവലൻസ്, PREVALANCE. എന്താണ് പ്രിവലൻസ്? പ്രിവലൻസ് എന്ന് പറഞ്ഞാൽ വ്യാപനം. പ്രത്യേകിച്ച് ഒരു അസുഖമൊക്കെ ഒരു പ്രദേശം മുഴുവൻ വ്യാപിക്കുക, അതാണ് പ്രിവലൻസ്. നമുക്ക് നോക്കാം. Prevalence refers to the extent or degree to which something, example a disease, condition, attitude or behavior, is widespread or common within a particular population, region or time period. Example sentence: prevalence of mental health issues in the workplace is steadily increasing. അതിന്റെ സിനോണിംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അർത്ഥസാമ്യമുള്ള വാക്കുകൾ: 1 കോമൺനെസ്, 2 ഫ്രീക്വൻസി, 3 ഇൻസിഡൻസ്. ഇനി ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥം വരുന്ന വാക്കുകൾ ആന്റോണിംസ്: 1 റേറിറ്റി, 2 അൺകോമൺനെസ്, 3 ഇൻഫ്രീക്വൻസി. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് വേർഡ് ഐ ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ടു യു ഈസ് ഡെസ്റ്റിഗ്മാറ്റൈസ്. ഡെസ്റ്റിഗ്മാറ്റൈസ്. എന്താണ് ഡെസ്റ്റിഗ്മാറ്റൈസിന്റെ അർത്ഥം? അപമാനം നീക്കുക, അപമാനം ഒഴിവാക്കുക. Stigmatize means to remove shame or disgrace from something or someone. Death dwellers want to destigmatize death to ease the fear and anxiety around it. അപ്പോ destigmatize എന്ന വാക്കിന്റെ അർത്ഥസാമ്യമുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. Disillusion, enlighten, discharge. അടുത്തത് നമുക്ക് വിപരീത അർത്ഥമുള്ള വാക്കുകൾ പരിശോധിക്കാം. ഡിസ്ക്രെഡിറ്റ്, ഡിഫെയിം ആൻഡ് ഡിസ്ഗ്രേസ്. അപ്പോ ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വാക്കുകൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ പുസ്തകത്തിൽ കുറിച്ചിട്ട്, ആൽഫബറ്റ് വൈസിൽ ലെറ്റേഴ്സ് ഇട്ട പുസ്തകത്തിൽ നിങ്ങൾ ഇത് കുറിച്ചിട്ട് നിങ്ങളുടെ പദസമ്പത്തിന്റെ ഭാഗമാക്കി തീർക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.